ഹായ് ഹലോ അംലു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നും ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഇവിടെ വിളക്കെല്ലാം കൊളുത്താറുണ്ട്. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഹസ്ബൻഡും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടോ എല്ലാം വാങ്ങിയിട്ട് ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കാണ്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലിട്ട് പെറുക്കി വെക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചീര വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങക്കോല്, പിന്നെ സവാള, പിന്നെ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയാണ് വെക്കുന്ന രാത്രി. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇത് വന്നിട്ട് പാസ്ത ഉണ്ടാക്കുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ പാസ്തയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഫ്രഷ് ക്രീമാണിത്. അല്ല, എന്ത് വേണം? മുട്ടായിയോ? മുട്ടായി വേണോ? അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ബാലൻസ് ഉണ്ട്. അച്ചാറുണ്ടായിരുന്നു. ഇതാ മുട്ടായി, ഇതാ മുട്ടായി, മുട്ടായി. താങ്ക് യു പറ. താങ്ക് യു. ഒരെണ്ണം ചേച്ചിക്ക് കൊടുത്തേ. ഒരെണ്ണം ചേച്ചിക്ക് കൊണ്ട് കൊടുക്ക്. ഒരെണ്ണം ചേച്ചിക്ക് കൊടുക്ക്. ചേച്ചിക്ക് കൊടുക്ക്. ആ ബൈ. അപ്പോൾ ഇവിടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ചായ കുടിക്കാം. അപ്പോൾ ഹസ്ബൻഡിനുള്ള ചായ ഞാൻ വേഗം തന്നെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ കുറേ നേരം പറയുന്നുണ്ട് ചായ വേഗം ഉണ്ടാക്കുമെന്ന്. പക്ഷേ ഞാൻ ഓരോന്നും എടുത്തും വെച്ച് അങ്ങനെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആൾക്ക് ചായ കൊടുത്തു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് മിക്സറുണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും ചായ കുടിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആൾ എന്നിട്ട് കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും എന്നോട് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആൾ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളിങ്ങനെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോരോ സ്റ്റൈൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ചൂടില്ല കുടിച്ചോ. ചായയോടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഇനി രാത്രിത്തേക്ക് ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ എടുത്തുനിന്ന് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതിവിടെ ഫ്രഷ് ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതിനെ പീസായി കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. ഞാനിതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ മോളെന്നെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. അവളെന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പം പിന്നെ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ തന്നെ ഹെൽപ്പ് ചെയ്യാണ് കട്ട് ചെയ്യാനായിട്ട്. ചിക്കൻ കറിയായിട്ട് എല്ലാവരും അടുക്കളയിൽ തന്നെ ഉണ്ട്. ചിക്കനെ കട്ട് ചെയ്ത ശേഷം ഹസ്ബൻഡ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കറിയൊക്കെ ഒന്ന് ആക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല കളിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഇടാനായിട്ട് കുറച്ച് പച്ചമുളക് വേണം കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹലോ, ഡാൻസ് കളിക്കുന്ന കളിച്ചേ. ये देखो कितना फैला है। ओहो
അപ്പോൾ അവരവരുടെ രീതിയിൽ കളിക്കണം. നമുക്ക് പച്ചമുളക് കുറയ്ക്കാം. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ചെറിയൊരു വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് കുറച്ച് മുളക് പറിച്ചെടുക്കാം കേട്ടോ. പച്ചമുളക് വാങ്ങലില്ല, ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന കാരണം പച്ചമുളക് എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിൽ എന്തായാലും പച്ചമുളക് വേണമല്ലോ. എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ, കുറേ മുളക് പഴുത്ത് വന്നിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതിൽ. ഇത് 2 സൈസ് മുളക് പൊട്ടിയിലുണ്ട്. ഇത് കുറച്ചൊരു വലിയ സൈസാണ് കേട്ടോ, അതും നന്നായിട്ട് പഴുത്ത് വെക്കുന്നുണ്ട്. ഇനി 2 തക്കാളി കൂടി പറിക്കാം. പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഫുള്ള് നോക്കുക കേട്ടോ, നല്ല പഴുത്ത് തക്കാളി ഉണ്ടോയെന്ന്. ഇപ്പോൾ എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഞാനടുത്ത് എടുത്തിട്ട് കിച്ചണിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്ത് വേണോ? ചിക്കൻ വേണോ? ചിക്കനോ? മോള് ചെറിയ പിണക്കത്തിലാണ് കേട്ടോ അവിടെ. അവൾക്ക് കുറച്ച് ബുക്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞങ്ങൾക്ക് പോയി വാങ്ങിക്കാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞ് പെട്ടെന്ന് റെഡിയാവുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആളുടെ മുഖമെല്ലാം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഫുഡെല്ലാം കഴിക്കുകയാണ്. വേഗം റെഡിയായിട്ട് പോവുകയും വേണം. ചെറിയ മോൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇനി അവൾക്ക് രാത്രി വന്നിട്ട് പാലത്തേലും കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങളൊക്കെ വേഗം ഒന്ന് കഴിക്കുകയാണ്. പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മോള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ഫുഡും കഴിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. മക്കളൊക്കെ കഴിക്കുന്നുണ്ട്. ചെറിയ മോൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മൂത്തയാൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് ബിരിയാണി വന്നിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാലും ഒരുപാട് പണികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. നമ്മൾ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ കിച്ചണായിരുന്നാലും അതുപോലെ തന്നെ ബെഡ്റൂമും ഹാളും ഒക്കെ തന്നെ നന്നായിട്ട് ക്ലീനാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതിയും സമാധാനത്തോടെ പോയിട്ട് വരാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം പണികളൊന്നും കാണത്തില്ല. വീടൊക്കെ ക്ലീനാക്കി ഇട്ടിട്ട് പോയത് കാരണം തന്നെ സമാധാനത്തോടുകൂടി നമുക്ക് പോയിട്ട് വരാനും കഴിയും. ഞാൻ എൻ്റെ കിച്ചണൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം പണികളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവേണ്ടതായിട്ടുണ്ട്. ഞാൻ റൂമിൽ വന്നപ്പോഴാട്ടോ കണ്ടത്. ചെയറിൽ ഞാൻ കുറേ തുണികളിങ്ങനെ വാരി കൂട്ടി ഇട്ടിട്ടുണ്ട്, ഒന്നും മടക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവാനായിട്ട് പോവുകയാണ്. ചെറിയ മോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ബെഡ്റൂമിൽ വന്നിട്ട് നല്ല കളിയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ. എവിടെ പോണമ്മോ? സഫാരി മാൾ.
ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ റൂമിൽ നിന്നും 5 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് സഫാരി മോളിലേക്ക് പോകാനായിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ലുലു മാൾ വരുന്നത്. അതുപോലെ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, മദീന ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ തന്നെ 2 സൈഡിലും ഒരുപാട് തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് സ്നാക്സുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. നമ്മളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് സഫാരി മാളിൻ്റെ അകത്തേക്ക് കയറാം. ഞങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങാനായിട്ട് മുകളിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. താഴെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. മോളല്ലേ വേണ്ടേ? ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നും.
ഞങ്ങൾ നേരെ പോയത് ബുക്കിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് ബുക്കിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കുള്ള ഡ്രോയിങ് ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ റീഡിങ്ങിന് ഉള്ള പല പല നോവലും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ ടൈപ്പ് ബുക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ വില 5 ദിർഹംസ് 3 ദിർഹംസ് അങ്ങനെയൊക്കെ വിലയൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾക്ക് 2-3 ബുക്സൊക്കെ വാങ്ങിയാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ ഹസ്ബൻഡിന് റീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുക്സൊക്കെ എടുക്കണുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം എടുത്തു. അപ്പോൾ മോള് കുറേയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ അതെല്ലാം വാങ്ങി ഹസ്ബൻഡ് ബില്ലൊക്കെ ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബുക്കൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ചെറിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് പുതിയതായിട്ട്. അങ്ങനെ ബലൂൺസൊക്കെ കണ്ടപ്പോൾ ചെറിയ മോൾക്ക് അത് വേണമെന്നായിട്ട് വാശിയായി. അങ്ങനെ ഹസ്ബൻഡ് മോളെയും കൊണ്ട് പോയിരിക്കുകയാണ് ബലൂണൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ അവർ കൊടുത്തു കേട്ടോ ബലൂണൊക്കെ. അപ്പോൾ അവളും വളരെ ഹാപ്പിയായി. ഹലോ, മോൻ കാണാൻ വയ്യല്ലോ. ബലൂൺ കിട്ടിയാ? ഹലോ ഹലോ, അങ്ങനെ ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. മക്കളും കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. അപ്പോൾ അവരും നന്നായിട്ട് ടയേർഡായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് വഴി അറിയിക്കുകയും വേണം. ഇപ്പോൾ സമയം ഇവിടെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡിലൊക്കെ ഏകദേശം കുറേയൊക്കെ തിരക്ക് മാറി വരുന്നുണ്ട്. ഞങ്ങളും ഏകദേശം റൂം എത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.